മധ്യ നൈജീരിയയിലെ പങ്ഷിൻ രൂപതയിൽ ഫുലാനി തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 29 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 3 ദിവസങ്ങളിലായി നടത്തിയ ആക്രമണത്തിൽ നിരവധി വീടുകളും പള്ളികളും കത്തിക്കുകയും ചെയ്തതായി രൂപതയിലെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ ആൻഡ്രൂ ദിവാൻ പറഞ്ഞു. മുമ്പ് രാത്രികളിൽ മാത്രം ആക്രമണങ്ങൾ നടത്തിയിരുന്ന ശൈലി മാറി പകൽ വെളിച്ചത്തിൽ പോലും ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് വൈദികൻ പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ ആക്രമണം നടന്നത്. പകലേറെക്കുറെ സുരക്ഷിതമാണെന്ന ആളുകളുടെ ധാരണയും ഇതോടെ അവസാനിച്ചെന്ന് വൈദികൻ കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യാനികൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ക്രൈസ്തവരായ ഭൂവുടമകളെ തുരത്താനും സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനുമാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. തീവ്രവാദികൾക്ക് അവരുടെ മതവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ഇവിടം ആവശ്യമാണെന്നും ഫാദർ ആൻഡ്രൂ പറഞ്ഞു. ഈസ്റ്റർ, ക്രിസ്മസ് തുടങ്ങിയ ക്രൈസ്തവ ആഘോഷ ദിനങ്ങളോടനുബന്ധിച്ചാണ് ഇത്തരം ആക്രമണങ്ങൾ കൂടുതലായി നടക്കുന്നത്. ഈസ്റ്റർ തിങ്കളാഴ്ച ഫുലാനി തീവ്രവാദികൾ പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിൽ ഒരു ഗർഭിണി ഉൾപ്പെടെ 10 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 23 മുതൽ 4 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ 26 ഗ്രാമങ്ങളിലെ 300-ലധികം ക്രൈസ്തവർക്കാണ് ജീവൻ നഷ്ടമായത്. ആക്രമണങ്ങളോടുള്ള നൈജീരിയൻ ഗവൺമെന്റിന്റെ പ്രതികരണത്തെ ഫാദർ ആൻഡ്രൂ അപലപിച്ചു. വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിൽ സർക്കാരിന്റെ നിഷ്ക്രിയത്വമുണ്ടെന്നും ഓരോ ആക്രമണത്തിന് ശേഷവും നടത്തുന്ന വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രൂപതയിലെ മിക്ക ദേവാലയങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളാണ്. വിധവകളും കുട്ടികളുമാണ് ഇവിടെ കൂടുതലുമുള്ളത്. ഇവർക്കാവശ്യമായ സൗകര്യങ്ങളോ സഹായങ്ങളോ ചെയ്തു കൊടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും ഫാദർ ആൻഡ്രൂ പറയുന്നു.